ഇത്രയും കണ്ടുപിടിച്ച സ്ഥിതിക്ക് അതും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? എന്താ സംശയം? കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നടേശൻ സാറിന്റെ വണ്ടിയാണെന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എന്തായാലും ഈ വിവരം കണ്ടുപിടിച്ചെന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാം ഒരു നിയോഗം പോലെ കണ്ടാൽ മതി ദേവി. നമ്മളെ ശരത്തിലേക്ക് നയിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നിത്യയുടെ ആത്മാവാ. ആ ആത്മാവ് തന്നെ ഇനി അങ്ങോട്ടുള്ള രഹസ്യങ്ങളും നമുക്ക് മുന്നിൽ തുറന്നു തരും. ദേവിയെ കണ്ടോ? അത് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ആഹാ, എന്റെ പൊന്നു വക്കീലെ, ഇതൊക്കെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പോരെ? ഏതൊക്കെ? അല്ല, ഈ കറക്കമൊക്കെ വളരെ മോശമാണ്. അത് നീ തന്നെ പറയണം. കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വക്കീല് ചമഞ്ഞ് നാട്ടുകാരെ പറ്റിക്കലായിരുന്നില്ലേ നിന്റെ ജോലി? അപ്പം നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന നല്ലതും ചീത്തയുമായ സകല കാര്യങ്ങളെയും നിനക്ക് വിമർശിക്കാം. സദാചാരത്തെക്കുറിച്ച് ക്ലാസ്സും എടുക്കാം. അതിന് നീ തന്നെയാ പറ്റിയ ആള്. എനിക്ക് യോഗ്യതയില്ല, പക്ഷെ നിനക്കെന്താടി യോഗ്യത? ഈ നിൽക്കുന്നവൻ വേറെ സ്ത്രീയുടെ ഭർത്താവല്ലേ? അങ്ങനെ ഒരാളൊത്ത് കറങ്ങി നടക്കുന്നത് ശരിയാണോ? എന്റെ ശരികേടും ഞാനാ തീരുമാനിക്കേണ്ടത്. അത് ചോദ്യം ചെയ്യാൻ നീ ആരാ? നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. നീ ചെയ്ത അത്രയും വൃത്തികേടൊന്നും എന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നേ? മാർക്ക് ലിസ്റ്റിൽ തട്ടിപ്പ് നടത്തുന്നത് വൃത്തികേടല്ലേ? അത് മാത്രോ? ലോകത്ത് ഒരാളും ചെയ്യാത്ത തരം വൃത്തികേട് ചെയ്തവനാ ഇവൻ. എന്താ സംശയം ഉണ്ടോ നിനക്ക്? എങ്കിൽ പറ, ഞാൻ തെളിയിച്ചു തരാം. അതെ, ഞാൻ വഴക്കണമെന്നില്ല. നിങ്ങളെ കണ്ടപ്പോ എന്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്കത് ശരിയെല്ലാം തോന്നിയെങ്കിൽ എന്താ വെച്ചാൽ ചെയ്തു. ഞാനെന്നാ പോവാ. അധിക കാലമൊന്നും ഇങ്ങനെ വിലസാന്ന് നീ വിചാരിക്കണ്ട. നീ ഇതുവരെ ചെയ്ത സകല കൊള്ളരുതായ്മകളും കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് തെരുവിൽ നിർത്തും ഞാൻ പച്ചയ്ക്ക്. മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറാൻ വരല്ല മോനെ. വെറുതെ വിടില്ല ഞാൻ. അവനങ്ങ് വിരണ്ടു പോയല്ലോ. ലോകത്ത് ആരും ചെയ്യാത്ത എന്ത് വൃത്തികേട് അവൻ ചെയ്തത്? അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ സിദ്ധു, അവനെ ഒന്ന് പേടിപ്പിക്കാൻ. എന്തായാലും അത് ഏറ്റിട്ടുണ്ട്. ഈ മാർക്ക് ഷീറ്റിൽ തട്ടിപ്പ് നടത്തിയവൻ എന്തായാലും വേറെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. ആ ഊഹത്തിൽ ഞാൻ പറഞ്ഞു നോക്കിയതായിരുന്നു. അല്ലാതെ അവനെ കുറിച്ച് എനിക്കെങ്ങനെ അറിയാം? ഞാൻ എന്താ പൊയ്ക്കോട്ടെ. ഈ കണ്ണുകടിയുള്ളവരൊക്കെ ഇനിയും വരും. വെറുതെ എന്തിനാ അവരുടെ സമാധാനം കളയുന്നത്?